കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം നമ്മെ കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം വായിച്ചു കേട്ടത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് അത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം വരുമാറ് അവനിൽ ആമേൻ എന്നുമാകുന്നു. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനേക വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിലൂടെ അനേക പ്രോമിസുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം അവകാശമായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയും. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അബ്രഹാമിനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവനറിയാം, ദൈവത്തിന് വേണ്ടി ഊരിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന അബ്രഹാം ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഊരിൽ നിന്ന് വിളിച്ചും കൊണ്ടുവന്ന അബ്രഹാമിനെ ദൈവം അനേക വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. അവനവ് തൻ്റെ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന അബ്രഹാമിനെ നമ്മൾ കാണുമ്പോൾ, അബ്രഹാം ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അനേക വാഗ്ദത്തങ്ങൾ ദൈവം തൻ്റെ ഭക്തന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്താവന് അബ്രഹാം പറയുകയാണ്, അവൻ എനിക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും കർത്താവ് അവൻ്റെ കൂടാരത്തിൻ്റെ പുറത്ത് കൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, നീ ആകാശത്തിലേക്ക് നോക്ക്, ഈ പർവ്വതങ്ങളെ ഈ സകല നക്ഷത്രങ്ങളെ നീ നോക്ക്, അവയെ നിനക്ക് എണ്ണുവാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, ഇതിലധികം നിനക്ക് സന്തതികളെ ഞാൻ നിനക്ക് നൽകും എന്ന്, കടൽത്തരിയിലെ മണൽ പോലെ ഞാൻ നിന്റെ സന്തതികളെ ഞാൻ നിനക്ക് അവകാശമാക്കി തരുമെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസികളുടെ പിതാവെന്ന രീതിയിലാകുവാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നാൽ നമുക്കറിയാം, അവിടെ റോമാലേഖനത്തിൽ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യം. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലത്രേ ലഭിച്ചത്. ആമേൻ, സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നു 13-ാം വാക്യത്തിൽ ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. അപ്പോൾ ലോകത്തിൻ്റെ അവകാശിയാകുമെന്നുള്ള, ലോകത്തിൻ്റെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകനാകുമെന്നുള്ള, ഒരു വ്യക്തിയാകുമെന്നുള്ള ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനം അവന് ദൈവം അവിടെ നിന്ന് കൊടുക്കുവാനായിട്ടിടയായി തീർന്നു എന്ന് നമ്മളവിടെ വചനത്തിൽ കാണുകയാണ്. അവൻ അവിടെ തൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു തലമുറയുടെ വിഷയത്തിൽ അവൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ച് എന്നെഴുതിയിരിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താ? ബഹുജാതികൾക്ക് അവനെ പിതാവാക്കി വയ്ക്കുവാനിടയായി തീർന്നു. അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. 19-ഉം 20-ഉം വാക്യം വായിക്കാം.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നു, അബ്രഹാമിന് ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്തെ അവൻ ഗ്രഹിച്ചിട്ടും ആ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. അവന് ഒരു ദൈവം ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, നിനക്ക് ഞാൻ എൻ്റെ സന്തതിയെ ഞാൻ തരും, നിനക്കൊരു തലമുറയെ ഞാൻ നൽകുമെന്നുള്ള ഒരു വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുത്തിരുന്നു. എന്നാൽ അവിടെ ഈ റോമാലേഖനം എഴുതി വരുമ്പോൾ, വിശ്വാസത്താലുള്ള നീതീകരണമായി ബന്ധപ്പെട്ട് എഴുതി വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏകദേശം 100 വയസ്സുള്ള അബ്രഹാമിന് അവൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം, അവൻ നിർജീവമായതും അവൻ ഇനി ഒരു സന്താനം തന്നിലൂടെ ഉരുവാകത്തില്ല എന്ന് ഗ്രഹിച്ചിട്ടും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ അറിഞ്ഞിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. പിന്നെ 20-ാം വാക്യത്തിൽ കാണുന്നു, ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് അവിടെ കാണുകയാണ്. അപ്പോൾ അവന്റെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. നമ്മളെ അവൻ നടത്തുന്ന ഒരു ദൈവമാകുന്നു എന്നവൻ വിശ്വസിച്ചു. അവന്റെ സാധ്യതകളെല്ലാം മങ്ങിപ്പോയ സാധ്യതകളായിരുന്നു. ഇനിയൊരു തലമുറ ഉണ്ടാകത്തില്ല എന്ന് അവന്റെ ശരീരം കൊണ്ട് അവൻ മെഡിക്കൽ സയൻസ് പ്രകാരം ആയിരുന്നുവെങ്കിലും അവനോടൊരു വാക്തത്വം ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ സന്തതിയെ കടൽ തരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്നെ ആക്കുമെന്നുള്ള ഒരു പ്രോമിസ് അവന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പറയുകയാണ്, അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടു, അവൻ അവിടെ 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളവനായി തീരുന്നു. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അനേക വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശികളാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ അബ്രഹാമിനെ നമ്മൾ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവന് ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് ദൈവവചനത്തിലൂടെ നമ്മളോടൊന്ന് കാണുകയാണ്. അപ്പോൾ ദൈവം നമ്മളിന്ന് കുറിവാക്യമായി വായിച്ചു കേട്ടത്, അവനിലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവേ എന്ന് അത്രേ ആകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും അതിനൊരിക്കലും വാക്കുമാറുവാൻ സാധ്യതയില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവമെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്ത ദൈവമാണ്. ഒരു മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറിപ്പോകും. എന്നാൽ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്ത ദൈവമാണ്. അവൻ നമ്മോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ തലമുറയുടെ വിഷയത്തിന്റെ നടുവിൽ, കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിന്റെ നടുവിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തില്, നിങ്ങളുടെ മുന്നോട്ടുള്ള ആഗമനത്തിൽ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. അവൻ നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് എന്ന് ഈ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എങ്കിലും അതിന് ഉവ്വ് എന്ന് ആമേൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുന്നുവെന്ന് ദൈവവചനത്തിലൂടെ ഒന്ന് പറയുകയാണ്. നമുക്ക് വീണ്ടും ഒരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നു,
അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കാരണം നമ്മെ വിശ്വസ്തനായിട്ട് ദൈവം നമ്മെ വാഗ്ദത്തത്തിൽ വാഗ്ദത്തത്താൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഞാൻ ഉവ്വേ എന്നും ആമേൻ എന്നും ഞാൻ അത് സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുണ്ട്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്, നിങ്ങൾക്കൊരു നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. അവന്റെ 36 വാക്യം വായിക്കുന്നു, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ആമേൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാകുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്കൊരു സഹിഷ്ണുത നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പറയും, ഇനി എത്ര കാലം, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് വിശ്വാസത്തിലാണ്. നാം ജീവിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ചുവടുവയ്പ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വിശ്വാസത്തിൽ നാം ക്ഷീണിച്ചു പോകാനല്ല, വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കുന്നവരായി തീരണം. ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നാം ഊവയെന്നും ആമേനെന്നും നാം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. നമ്മളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അവൻ ഊവയെന്നും അവൻ ആമേനെന്നും ആകുന്നുവെങ്കിൽ അവൻ ഒരിക്കലും മാറ്റി പറയുന്നതല്ല. മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ മാറ്റി പറയും. അവന്റെ സ്വഭാവം മനുഷ്യ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അവന്റെ സ്വഭാവം അവന് ത്യജിച്ചു കളയുവാൻ കഴിയില്ല. യേശുവിന്റെ കരം എന്നിൽ മേൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ കരം എന്റെ വലം കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട. ദൈവം നിങ്ങളെ ആ വിശ്വസ്തൻ എന്ന് എണ്ണി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യവും ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നിങ്ങളുടെ നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നിങ്ങളെ ചേർക്കുവാനും ദൈവം ഇടയായി തീരും എന്ന് നമുക്ക് അവിടെ കാണുന്നു. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിൻമാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ നിന്നെക്കുറിച്ച് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. നാം ഈ ദിവസങ്ങൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് ചെന്നാൽ ദൈവം നമ്മെ ഹല്ലേലൂയ കൈക്കൊള്ളുന്ന ഒരു ദൈവമാണ്. നാം വിശ്വസിച്ച് ആമേൻ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഓരോ ദിവസവും വിശ്വസിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി നാം മാറുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാനായിട്ടിടയായി തീരും. ദൈവം നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ മറയ്ക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. 2 പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തെ വീണ്ടും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്ത ഒരു വാഗ്ദത്തം അത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്ന് ദൈവവചനത്തിലൂടെ വായിക്കുകയാണ്. എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമ്മൾ കാണുന്നു, ആമേൻ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. ചിലർക്ക് തോന്നും ഇനി താമസമാണ്, അധികം സമയം മുന്നോട്ടില്ല എന്ന്, ഇനിയും സമയമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നു. എന്താണ് കർത്താവ് കൊടുത്ത വാഗ്ദത്തം? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് എന്താണ് നമുക്ക് കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ കർത്താവ് എന്താണ് നമുക്ക് തന്ന വാഗ്ദത്തം എന്താകുന്നു എന്ന് അവിടെ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ
അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ആമേൻ. അവിടെ യേശു ക്രിസ്തുവിന്റെ ആ ഉയർപ്പിന്റെ സന്ദർഭത്തില് ഗലീല പുരുഷന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ദൈവം നമ്മിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? യേശു ക്രിസ്തു രണ്ടാമതും നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി വളരെ വിസ്മയത്തോട് നിങ്ങൾ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ വിട്ടുപിരിഞ്ഞ യേശു ക്രിസ്തു അവൻ ഇനി വരുന്നത് പാപം കൂടാതെ ഈ ലോകത്തിലേക്ക് യേശു ഇറങ്ങി വരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി പാപികളെ ചേർക്കുവാനല്ല യേശു വരുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് കൽപ്പന പുറപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കാഹളത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ഭൂമിയിലേക്ക് യേശു മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അതിലേക്കായി ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർണ്ണത നാം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുകയാണ്. വാഗ്ദത്തം എന്ന അവകാശം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വാഗ്ദത്തം പ്രാപിപ്പാൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ അവിടെ കാണുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് ആമേൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ യേശു പറയുകയാണ്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ കാണുന്നു. അവരവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? നിന്റെ ജീവിതത്തില് നിനക്ക് വലിയൊരു ഒരു സ്ഥലത്തേക്ക് പോകുമെന്നോ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമോ എന്നല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താകുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തം യെരൂശലേം വിട്ടു പോകാതെ നിങ്ങൾ എന്നോട് പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവം തന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും നാം ഉവ്വ് എന്നും ആമേൻ എന്നും നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. നമുക്ക് തന്ന വാഗ്ദത്തം വേറെ എന്താണ്? അടുത്ത ദൈവം തന്നൊരു വാഗ്ദത്തം എന്താണ്? ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 24-ന്റെ 49-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ന്റെ 49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ആമേൻ. അവിടെ നമ്മൾ കാണുന്നു, ഇത് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ. പിതാവ് വാഗ്ദത്തം ചെയ്തത് എന്താണ്? ആമേൻ. എൻ്റെ കർത്താവ് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആമേൻ. വൃദ്ധന്മാർ ദർശനങ്ങൾ ദർശിക്കും എന്ന് തുടങ്ങി പ്രവാചകനിലൂടെ എഴുതി വെച്ച ദൈവത്തിന്റെ വാഗ്ദത്തം ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. ഉയരത്തിലെ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന ആ ദാനമാണ് എന്ന് നാം തിരിച്ചറിയുക. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കാറുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാലാണോ ഞാനും നിങ്ങളും നയിക്കപ്പെടുന്നു എന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്താൽ തിരിച്ചറിയും. ഞാൻ പരിശുദ്ധാത്മാവിനാൽ തന്നെയാണോ ഞാൻ നയിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുകയാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ഉയരത്തിലെ ശക്തി, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്?
യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പാപബോധ്യമുണ്ടാകും, നിങ്ങൾക്ക് നീതിബോധമുണ്ടാകും, ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് വരുത്തും. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വം എന്താണ്? പരിശുദ്ധാത്മാവെന്ന ഒരു വാക്തത്വം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. കർത്താവ് അനേക വാക്തത്വങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രവാചകന്മാർ തലയിൽ കൈച്ചു പറയുന്ന ആ വാക്തത്വങ്ങളല്ല, നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുന്നതല്ല വാക്തത്വം. യേശു ക്രിസ്തു തന്റെ തിരുവായി മൊഴിഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക വാഗ്ദത്തങ്ങൾ നാം ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ റിസീവ് ചെയ്യുമ്പോൾ, ഞാൻ ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. നാം വായിച്ച കുറി വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നും അതുകൊണ്ട് ഞങ്ങളാൽ അവന് ദൈവത്തിന് മഹത്വമുണ്ടായി തീരണം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നാം ആമേൻ ഒരു നാൾ നാം അന്യരായിരുന്നു, നാം പരദേശികളായിരുന്നു, ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ആമേൻ, നാം ദൈവത്തോട് അകന്നവരായിരുന്നു. എന്നാൽ അവന്റെ വാഗ്ദത്തത്താൽ അവന്റെ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കുവാനിടയായി തീർന്നു. യേശു വന്നത് എന്തിനാണ്? യേശു ലോകത്തിലേക്ക് വന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ജാതികളായ നമ്മെ രക്ഷിപ്പാൻ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുവാൻ യേശുവിന് നമ്മോട് കാണിച്ച ഈ വലിയ സ്നേഹത്തെ നമ്മൾ ഇന്ന് പകൽക്കാലം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തില് ഒരു അനുഗ്രഹമായി മാറട്ടെ, ഒരു വിടുതലായി തീരട്ടെ. ഈ വാഗ്ദത്തങ്ങളെ ഞാൻ അന്ന് അനുസരിക്കുകയാണ്, ഞാനത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് നൽകിയ എല്ലാ വാഗ്ദത്തത്തെയും ഞാൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പകൽക്കാലം ഞാൻ ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന ദാനം, ആ വാഗ്ദത്തം ഞാൻ വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തത്തെയും നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ വാമേൻ അവൻ നിങ്ങളെ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ സകല അവകാശങ്ങൾക്കും നമ്മൾ യോഗ്യരാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.